ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ വീഡിയോസിന് ലൈക്കും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആണ്. സ്റ്റിച്ചിങ് ശരിക്കും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലോങ് ആക്കിയത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കാണാം. അതുപോലെ തന്നെ കുറച്ച് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ തിരുത്തണേന്നും ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ സ്റ്റിച്ച് റണ്ണിങ് വിത്ത് വേവ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് വേവ് സ്റ്റിച്ച് ചെയ്യണേ കേട്ടോ. നമുക്ക് ചെയ്ത് തുടങ്ങിയാലോ. അപ്പം നൂല് നമുക്ക് എടുക്കാം. 6 അഴ നൂലായിരുന്നു നമുക്ക് എംബ്രോയ്ഡറി നൂലല്ലേ. ഇനി അതിൽ നിന്ന് നമുക്ക് 3 അഴ നൂലായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരറ്റത്ത് മാത്രം കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് കെട്ടിടരുത്, കാരണം 6 അഴ നൂലായി പോവും. അപ്പോൾ 3 അഴ വേണമെന്നുണ്ടെങ്കിൽ ഒരറ്റത്ത് മാത്രം കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അത് വെച്ചിട്ടാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യണത്. ഇനി നമുക്ക് അടിയിൽ നിന്നും മുകളിലേക്ക് സൂചി കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോരോ റണ്ണിങ് സ്റ്റിച്ചായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വേഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സൂചി മാത്രം ഇട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സൂചി താഴേക്ക് ഇറക്കി മുകളിലേക്ക് ഇറക്കി അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരേ വലിപ്പത്തിലുള്ള സ്റ്റിച്ച് തന്നെ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ സ്റ്റിച്ചിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പും ഒരേ വലിപ്പമാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരേ വലിപ്പം എന്ന് വെച്ചാൽ സ്റ്റിച്ച് എത്രത്തോളം എടുത്തോ അത്രയും തന്നെ ഗ്യാപ്പിനും നമ്മൾ കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ വലിയ സ്റ്റിച്ചാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതേപോലെ എല്ലാനും വലുത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരേ വലിപ്പത്തിലുള്ളതാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഒരേ വലിപ്പത്തിലാവുമ്പോൾ തന്നെ അതിൻ്റെ ഗ്യാപ്പും ഒരേ വലിപ്പത്തിലാവണം. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേ ഫുള്ളായിട്ട് ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. കെട്ടിട്ടതിന് ശേഷം നമുക്ക് കോൺട്രാസ്റ്റ് കളർ എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ മഞ്ഞ കളറാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ ഓറഞ്ച് കളറാണ് എടുത്തത്. ഇപ്പം ഞാൻ അതുപോലെ തന്നെ 3 അഴ നൂലിൽ മഞ്ഞ കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് തുടങ്ങിയ ആദ്യത്തെ പോയിൻ്റ് ഉണ്ടല്ലോ, അതിൽ കൂടി തന്നെ സൂചി താഴെ നിന്ന് മുകളിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സൂചി കോർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ട് വീഴാൻ സാധ്യതയുണ്ട്. അതില്ലാണ്ട് നോക്കണം കേട്ടോ. എനിക്കിതിൽ കെട്ട് വീഴുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് അത് മാറ്റണേന്ന് നോക്കിക്കോട്ടോ. അപ്പോൾ അത് നല്ല കെട്ടായിട്ടുണ്ട്. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സൂചി ആ കെട്ടിൻ്റെ ഉള്ളിൽ പതുക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കെട്ട് പതുക്കെ അയഞ്ഞു വരണതാണ് കേട്ടോ. അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് ലൂസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആദ്യത്തെ നമ്മൾ മുകളിൽ നിന്ന് തുടങ്ങിയില്ലേ, ഇനി രണ്ടാമത്തെ വരുന്നത് അടിയിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് കേട്ടോ. സൂചി മുകളിലേക്ക് കോർത്ത് കൊടുക്കണം. അതേപോലെ മൂന്നാമത്തെ വരുമ്പോൾ മുകളിൽ നിന്ന് അടിയിലേക്ക് സൂചി കോർത്ത് കൊടുക്കുക. നാലാമത്തെ വരുമ്പോൾ അടിയിൽ നിന്ന് മുകളിലേക്ക് സൂചി കോർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കിയാൽ ഒരു വേവ് പോലെ വരണ കാണാം. അപ്പോൾ ഇതാണ് റണ്ണിങ് വിത്ത് വേവ് സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഫുള്ളും ചെയ്തിട്ട് നമുക്കിനി കാണാം കേട്ടോ. ഒരേ വലിപ്പത്തിൽ റണ്ണിങ് സ്റ്റിച്ച് ആയപ്പോൾ വേവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതേ വലിപ്പത്തിൽ തന്നെ നമുക്ക് വേവും വരുമ്പോൾ ഭംഗി ഉണ്ടാവും കാണാൻ. ഇപ്പോൾ പലതരത്തിലുള്ള വലിപ്പമാവുമ്പോൾ പലതരത്തിലുള്ള വേവ് ആവുമ്പോൾ ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ഒരേ വലിപ്പത്തിലുള്ള റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ചെറിയ റണ്ണിങ് സ്റ്റിച്ച് ആവുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. വലുതാവുമ്പോൾ അതനുസരിച്ച് ഭംഗി കുറയും. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമുള്ള അതൊക്കെ. അപ്പോൾ അതേ എല്ലാവരും ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റത്തേക്ക് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. അതേ ലാസ്റ്റത്തെ പോയിന്റിലേക്ക് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ടിടാൻ വേണ്ടിയിട്ട് താഴേക്ക് സൂചി ഇറക്കി കൊടുക്കാം കേട്ടോ. റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ച് അതേ പോയിന്റിൽ കൂടി തന്നെ നമ്മൾ സൂചി ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ടിടം എങ്ങനെയാണെന്ന് നോക്കാം. കെട്ടിടാൻ വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് നമ്മൾ തുണിയിൽ വല്ല ചുളിവൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് ചുളിവില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇനി കെട്ടിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തുണിയുടെ 2 ഇഴ മാത്രം എടുത്തിട്ട് സൂചി കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി സൂചിയിൽ നിന്ന് നൂലെടുത്തിട്ട് 2 തവണ വട്ടം ചുറ്റി കൊടുക്കുക. അതിന് ശേഷം കോർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കെട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കെട്ടുകൂടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കറക്റ്റ് സൂചി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ചെറിയ കെട്ടായിട്ട് തന്നെ വരും. അല്ലെങ്കിൽ കെട്ടുകൂടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ 1-2 വട്ടം പറ്റിയിട്ടുണ്ട്. അതിൽ കാണിക്കണമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ത്രെഡ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ശരിക്കും ഒരു മോട്ടീഫിനകത്ത് പടം വരച്ചിട്ട് റിങ് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം കാണാം. അതേ പടമൊക്കെ വരച്ച് സെറ്റാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു മീനിൻ്റെ പടമാണ് വരച്ചിരിക്കണേ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ റെഡ് കളർ നൂലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് സൂചിയിൽ നമുക്ക് 3 അഴ നൂലായിട്ട് കോർത്തെടുക്കുക. അറ്റത്ത് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ.
റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടാ. അപ്പോൾ ആദ്യം ഞാൻ ഒരു പോയിന്റിൽ നിന്ന് സൂചി അടിയിൽ നിന്ന് മുകളിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോരോ റണ്ണിങ് സ്റ്റിച്ചായിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ മീനിൻ്റെ ഔട്ട്ലൈനിൽ കൂടിയാണ് ഞാൻ ചെയ്യണേ കേട്ടോ. മീൻ ഓരോ വരകൾ ഉള്ളിലൊക്കെ ഉണ്ട്, അത് ആദ്യം ചെയ്യണില്ല. ആദ്യം ഔട്ട്ലൈനായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം റണ്ണിങ് സ്റ്റിച്ച് ഫുള്ളായിട്ട് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലത്തെ ഓരോരോ ലൈൻ അയച്ചിട്ട് കാണിച്ചിട്ടില്ലേ, അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. എന്നാലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി പോകും കേട്ടോ, വേറെ സ്റ്റിച്ചായി പോവും. അപ്പോൾ അതേ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് മൊത്തത്തിൽ അങ്ങോട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ വേഗം സ്പീഡിലാക്കാൻ വേണ്ടിയിട്ട് സൂചി ഇട്ട് മാത്രം ചെയ്യണുണ്ട്. അതേപോലെ ചെയ്യാണ്ട് നിങ്ങൾ കറക്റ്റ് സൂചി കുത്തി ഇറക്കിയതിന് ശേഷം നൂലും കൂടി വന്നിട്ട് അടുത്തത് ചെയ്യാൻ നോക്കാം കേട്ടോ, അല്ലെങ്കിൽ കെട്ടുപിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തപ്പോൾ ബാക്ക് സൈഡ് ഉണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെയായിരിക്കും നമുക്ക് റണ്ണിങ് വിത്ത് വേവ് ചെയ്തപ്പോഴും ബാക്ക് സൈഡ് ഉണ്ടാവുക കേട്ടോ. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ മാത്രം കാണുള്ളൂ, അറ്റത്ത് മാത്രം കെട്ടിട്ടത് മാത്രമാണ് വേറെ കളർ ത്രെഡായിട്ട് കാണുള്ളൂ കേട്ടോ. അതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ ആദ്യത്തെ 2 സ്റ്റിച്ച് ചെയ്തപ്പം ഇങ്ങനെ തന്നെയായിരുന്നില്ല. ആദ്യത്തെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റണ്ണിങ് വിത്ത് വിപ്പിഡ് ചെയ്തപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് മാത്രം കാണാം അടിയിൽ, അതിന് മുകളിൽ കൂടെ നമ്മൾ വിപ്പിഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് റണ്ണിങ് വിത്ത് വേവും ചെയ്യണേ കേട്ടോ. അടിയിൽ റണ്ണിങ് സ്റ്റിച്ച് മാത്രം കാണുള്ളൂ. അതിൻ്റെ 2 അറ്റങ്ങളിലായിട്ട് തുടങ്ങിയ പോയിന്റിൽ ഒരു മഞ്ഞ ഉണ്ടാവും, അതുപോലെ തന്നെ അറ്റത്ത് കെട്ടിടാൻ വേണ്ടിയിട്ടുള്ള പോയിന്റിനകത്തും മഞ്ഞ ഉണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ വ്യത്യാസം. വേറെ എല്ലാവരും റണ്ണിങ് സ്റ്റിച്ച് തന്നെയായിരിക്കും കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളും റെഡിയാക്കി എടുത്തിട്ടുണ്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട്. ഇനി അതിൻ്റെ വരകളുണ്ടല്ലോ ഉള്ളിലത്തെ, അതൊക്കെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ കെട്ടിടേണ്ട, കെട്ടിടുമ്പോൾ കറക്റ്റായിട്ട് കെട്ടിടാൻ നോക്കാം കേട്ടോ. ഇപ്പോൾ റിങ്ങിൻ്റെ അറ്റത്തൊക്കെ വെച്ച് കെട്ടിടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് ശരിക്കും കറക്റ്റ് നോക്കിയിട്ട് തന്നെ കെട്ടിട്ട് വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മീനിനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല കേട്ടോ. റിങ്ങിൻ്റെ ഉള്ളിൽ പാകാവാത്തതാണ് മീൻ, ഇത്തിരി കൂടി വലുപ്പമുണ്ട് മീൻ. അപ്പോൾ റിങ് ചേഞ്ച് ചെയ്തിട്ട് മാറ്റിയിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട്. ഇപ്പോൾ ഞാൻ കെട്ടൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഓരോ വരകളായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നാലേ അതിന് കറക്റ്റ് ഫിനിഷിങ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഏകദേശം എൻ്റെ ഓരോ വലിപ്പത്തിലൊക്കെ ആയിട്ടുള്ളത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റായിട്ട് എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് തന്നെ സെപ്പറേറ്റ് തുന്നിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ കാണിക്കുന്നുണ്ട്. ഒരെണ്ണം ചെയ്തതിന് ശേഷം കെട്ടിട്ടിട്ടാണ് അടുത്തത് ചെയ്യണേ കേട്ടോ. അപ്പോൾ കുറച്ച് മടുപ്പൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കെട്ടതിൻ്റെ തെറ്റായിട്ടാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കറക്റ്റാക്കി ഇടുന്നുണ്ട്. കെട്ടിട്ടപ്പോൾ കുറച്ച് കയറിപ്പോയി, നൂല് കുറച്ച് എക്സ്ട്രാ ബാക്കി വന്ന്. അപ്പോൾ നൂല് അവിടെ കുറേ വേസ്റ്റ് ആവാൻ സാധ്യത വന്നിട്ടാ. അപ്പം ഞാനത് കറക്റ്റായിട്ട് കെട്ടിട്ടിട്ട് വീണ്ടും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നൂല് വേസ്റ്റ് ആയിട്ടാ. കുറേ നൂല് വേസ്റ്റ് ആവാനുണ്ട് ഇങ്ങനെ കെട്ടിട്ട് പോകുമ്പോൾ. അപ്പോൾ അതേപോലെ എല്ലാവരും ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് നമ്മൾ കെട്ടിടുമ്പോൾ സൂചി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കെട്ട് കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ നൂല് കട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. മീനിൻ്റെ വാലുഭാഗം വരുമ്പോൾ റിങ് അഴിച്ചിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ കറക്റ്റായിട്ട് തുന്നി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ റണ്ണിങ് സ്റ്റിച്ച് ഫുള്ളായിട്ട് തുന്നി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് കളറിലാണ് റെഡിയാക്കാൻ പോകണം കേട്ടോ. ഓറഞ്ച് കളറിലാണ് ഞാൻ വേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോരോ വേവായിട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ആദ്യത്തെ പോയിന്റിൽ നിന്ന് കറക്റ്റ് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. മുകളിൽ നിന്ന് താഴേക്ക് സൂചി ഇറക്കി കൊടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് കൊടുക്കാം കേട്ടോ. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ. ഞാൻ ഫുള്ളായി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ റണ്ണിങ് വിത്ത് വേവ് സ്റ്റിച്ച്. അപ്പോൾ എല്ലാവരും
ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.